ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഇപ്പം ഈ ചുട്ടു പൊള്ളുന്ന വെയിലാണ്, ഒരു രക്ഷയില്ല. ഇന്നലെ ചെറിയൊരു ചാറ്റൽ മഴ പെയ്തപ്പം അതിനേക്കാൾ ഇരട്ടി ചൂടാവുകയൊക്കെ ചെയ്തു. അപ്പം ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ തന്നെ ഭയങ്കര ചൂടാണ്, ചൂടൂരു. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഇന്നൊരു ചൂടിന് പറ്റിയ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ആ ഡ്രിങ്ക് എന്ത് വെച്ചാൽ ഉണ്ടാക്കും, ഈ ചൂടത്ത് എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക് കുടിച്ചാലേ പറ്റുമെന്നും കരുതി ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയിട്ടോ. അപ്പം ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിൻ്റെ അകത്തൊരു സോഡ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നാരങ്ങ ഇല്ലാത്തപ്പം നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് നമ്മുടെ തൈര്. അപ്പം ഞാൻ തൈരും സോഡയും എടുത്തുകൊണ്ട് അടുക്കളയിലോട്ട് വീണ്ടും പോവുകയാണ്. അപ്പം എന്താ, നമ്മുടെ തൈരും സോഡ കുട്ടപ്പനും എത്തിയിട്ടുണ്ട്. അപ്പം ഈ ചൂടത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പം ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് കേട്ടോ ഇത്. അപ്പം ഇതുണ്ടാക്കുന്നവർക്ക് ആ ഒരു ക്ഷീണവും വിഷമവും എല്ലാം പോകും കേട്ടോ. അപ്പം ഞാൻ ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ. അപ്പം നമ്മുടെ ഗ്ലാസ് കൂട്ടാൻ മേലെ നിരത്തി വെച്ചു. നമുക്ക് സ്പൂൺ കഴുകിയെടുക്കണം. ഒരു സ്പൂൺ കഴുകിയെടുക്കട്ടെ. അപ്പം അതും സെറ്റായി. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പരിചയപ്പെടാം. 3 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്, സോഡ വേണം, തൈര്, അല്ലെങ്കിൽ മോരെന്നും പറയും, ഇല്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈര് മതി, മോര്. ഇതുണ്ടോ ഒഴിച്ച് ഉണ്ടാക്കുന്ന മോരില്ലേ, അതായാലും മതി കേട്ടോ, അതായിരിക്കും നല്ല ടേസ്റ്റ്. പിന്നെ ഉപ്പെടുത്തിട്ടുണ്ട്, പിന്നെ 2 ചെറുള്ളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുള്ളിയും പച്ചമുളകും, ചെറുള്ളി നമുക്കിത് ഇങ്ങനെ അരിഞ്ഞിട്ടാട്ടോ, ഇതിങ്ങനെ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ആ ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് ചെറുള്ളി എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടൊരു 3 പീസാണ് കേട്ടോ ഞാൻ ഒരെണ്ണത്തിൽ ഇട്ട് കൊടുക്കുന്നത്. രണ്ടാമത്തെ ചെറുള്ളിയും കൂടി നമുക്ക് അങ്ങനെ തന്നെ അരിഞ്ഞെടുക്കാം. ഞാൻ രണ്ടാമത്തെ ചെറുള്ളി അങ്ങനെ തന്നെ അരിഞ്ഞെടുത്ത് 3ാമത്തെ ഗ്ലാസ്സിലോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെറുള്ളി എല്ലാം അരിഞ്ഞ് ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് കുട്ടപ്പന നമുക്കിത് ഇങ്ങനെ അരിഞ്ഞെടുക്കാം, നീളത്തിൽ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞ് ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കെന്തായാലും ഇച്ചിരി എരിവില്ലാതെ പറ്റത്തില്ല മലയാളികൾക്ക്, അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് ഇടുന്നത്. എരിവ് വേണ്ട എന്നുള്ളവർക്ക് പച്ചമുളക് ഒരു ഇച്ചിരി അരിഞ്ഞിട്ടാൽ മതി കേട്ടോ. നമുക്ക് 3ാമത്തെ പച്ചമുളകും കൂടി അങ്ങനെ തന്നെ അരിയാം. പക്ഷേ 3ാമത്തെ ഗ്ലാസ്സിലോട്ടും അങ്ങനെ തന്നെ പച്ചമുളക് അരിഞ്ഞിടാം. അതിൻ്റെ അരിയെല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് മോര് ഇല്ലെങ്കിൽ തൈര്, താളൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഒരു നല്ല അടിപൊളി നമ്മൾ വീട്ടിൽ തന്നെ ഒഴിച്ചുണ്ടാക്കി തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കുറച്ച് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പം നമ്മളിതിലോട്ട് ചെറുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ
സവോളയെന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതേ നമ്മുടെ തൈരിനെയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. 3 ഗ്ലാസ്സിൽ സമമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അതിൻ്റെ ആവശ്യത്തിന് ഉപ്പും എല്ലാ ഗ്ലാസ്സിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടേതായ അളവിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അളവിന് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സോഡയാണ് ആവശ്യം. അപ്പം ഇത് പുളിക്കായ വെച്ചിട്ടുണ്ടായതുകൊണ്ട് വലിയ റിയാക്ഷൻ കാണത്തില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തുറക്കുവാണ്. വലിയ റിയാക്ഷൻ ഇല്ലായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം നമ്മൾക്ക് ഓരോ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ചെറുതായിട്ട് കൂടിപ്പോയി, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും രണ്ടാമത്തെ ഗ്ലാസ്സിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പത ഒന്ന് മാറി കിട്ടണം. കുറച്ചും കൂടി നമുക്ക് സോഡ ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് സോഡ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതാ എല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാ ഗ്ലാസ്സിലും സമമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് തന്നെ ടേസ്റ്റ് ചെയ്യണതിന് മുമ്പ് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാവർക്കും നമുക്ക് റെസിപ്പി നോക്കാൻ കൊടുക്കണം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത്. എന്തായാലും ഈ ചൂടിന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഇതൊന്ന് കുടിച്ചു നോക്കട്ടെ. അടിപൊളി ഗൈസ്. ചൂടത്തു നിന്നൊക്കെ കയറി വരുമ്പോൾ ഒന്ന് റിഫ്രഷ് ആവാനായിട്ട് പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ. എല്ലാം ട്രൈ ചെയ്യാം. നമുക്കപ്പം ബാക്കിയുള്ളവർക്കും കൂടി കൊടുക്കാം. അവരുടെ എങ്ങോട്ട് റിയാക്ഷൻ നമുക്ക് നോക്കാം. മൂസേ എങ്ങനെയുണ്ട്? എന്താ ചെരുവ് കൂടിപ്പോയാ? ഉപ്പില്ലേ? ഉപ്പ് കുറച്ചിട്ട് കൂടി. ഇനി വാപ്പമ്മ കൊടുക്കാം. വാപ്പമ്മ എന്നാ ഇതൊക്കെ കുടിച്ചു നോക്കിയേ. എന്നിട്ട് ഞങ്ങൾക്ക് റിപ്ലൈ തന്നേ. അതെ, ഞാൻ വാപ്പമ്മക്ക് കൊടുത്തിട്ടുണ്ട്. വാപ്പമ്മ ഉറക്കമായിരുന്നു കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ട്? ചൂടത്ത് കുടിക്കാൻ പറ്റിയതല്ലോ. സൂപ്പർ. അപ്പോൾ വാപ്പമ്മ പറഞ്ഞിരിക്കുന്നത് സൂപ്പറാണ്. പക്ഷെ ഉമ്മയ്ക്ക് കുറച്ച് ഉപ്പ് കുറഞ്ഞു പോയി. എന്നാലും കൊള്ളാമെന്നാണ് ഉമ്മ പറഞ്ഞത്. നമുക്കിത് ആസ്വദിച്ച് കുടിക്കാം. ഉപ്പ് കുറഞ്ഞു പോയെന്ന് ഉമ്മയ്ക്ക്. ഇതുണ്ടോ ഗൈസ്, കാണാവോ? ഇതിനകത്ത് പച്ചമുളകൊക്കെ കിടപ്പുണ്ട്. തൈര് അടിച്ചില്ല ഉമ്മ, ജസ്റ്റ് ഒന്ന് ഇട്ട് കുറുക്കിയതേ ഉള്ളൂ. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. നല്ല റിഫ്രഷ് ആയിട്ടുണ്ട്. ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയതല്ല. അടിപൊളി. സംഭാരമല്ല, സംഭാരം കണക്കിന് തന്നെ ഒരു സാധനം. അപ്പം നമുക്ക് ഇത്രയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നല്ല റിസൾട്ടാണ്. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. ഈ ചൂടത്ത് നമ്മുടെ ആ ഒരു ദാഹം മാറ്റി തരാം. അപ്പം ബൈ.